ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് പിനാക്കിൾ ജീപ്പ് എറണാകുളം കളമശ്ശേരി ഷോറൂമിലാണ് കേട്ടോ. ഇന്ന് ഇവിടെ വരാൻ കാരണം ഒരു അടിപൊളി അഡാർ ഓഫർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടധികം ജീപ്പിൻ്റെ യൂസ്ഡ് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വെറും 2 വർഷം മാത്രം പഴക്കമുള്ള വണ്ടി 10 ലക്ഷം രൂപ വില കുറവിലാണ് കൊടുക്കുന്നത്. അതും ജീപ്പിൻ്റെ ഡയറക്റ്റ് ഷോറൂമിൽ നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം 124 ചെക്ക് പോയിന്റുകൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവർ ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വാഹനങ്ങളൊക്കെ എക്സ്ചേഞ്ചിന് വന്നതാണ്. സർവീസിൽ റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അപ്ഗ്രേഡിന്റെ ഭാഗമായിട്ട് യൂസ്ഡ് ആയതാണ് കേട്ടോ. ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചെടുക്കാം. കാരണം ജീപ്പിന്റെ ഒറിജിനൽ കമ്പനിയിൽ നിന്നാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പെട്രോള്, ഡീസല്, ഓട്ടോമാറ്റിക്, മാനുവൽ, 7 സീറ്റർ എല്ലാ വേരിയന്റ് അവൈലബിൾ ആണ്. ഏത് കളറ് വേണം, ഏത് പ്രൈസ് റേഞ്ചിൽ വേണം, ഏത് മോഡൽ വേണം, ഏത് വേരിയന്റ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സസ്പെൻസ് അങ്ങോട്ട് പൊട്ടിച്ചാലോ. എല്ലാ വാഹനങ്ങളും പറയുന്നുള്ളത് പോസിബിൾ അല്ല, എന്നാലും നമ്മൾ കുറച്ച് വാഹനങ്ങൾ പറയുന്നതായിരിക്കും. എല്ലാ ഫുൾ ഡീറ്റെയിൽസിനായിട്ട് നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഷോറൂമിന്റെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ബോണി ചേട്ടനാണ്. ചേട്ടാ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് നമ്മളെ വാഹനങ്ങളൊക്കെ? നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ നിന്ന് പർച്ചേസ് ചെയ്യുന്നതല്ല, നമ്മുടെ തന്നെ കസ്റ്റമേഴ്സ്, ഇവിടെ തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് കാറാണ് നമ്മൾ പർച്ചേസ് അതിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്താണ്. ഓക്കെ, വണ്ടികളൊക്കെ ഗ്യാരണ്ടിയിൽ ഉറപ്പോട് കൂടെ കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ സർവീസ് സെന്ററിൽ വന്നു പോയിരിക്കുന്ന കാറുകളാണ് ഇതെല്ലാം. കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെയുണ്ട്. സോ നമുക്കൊരു പുതിയ കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ ആ ട്രസ്റ്റോട് കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നോർമലി കമ്പനി വാറണ്ടിയിൽ നിലനിൽക്കുന്ന വാഹനങ്ങളുണ്ടോ ഇവിടെ? ഇതിലെ പകുതി മുക്കാൽ കാറുകളിലും ഓൾറെഡി വാറണ്ടിയിലാണ്. ഇനിയിപ്പോ ആ വാറണ്ടി കഴിയുന്ന സമയത്ത് കസ്റ്റമറിന് തന്നെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ട്രസ്റ്റഡ് ആയിട്ട് വിശ്വാസത്തോടു കൂടെ നമുക്ക് ഓരോ വാഹനങ്ങളും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ. അതായത് പിനാക്കിൾ ജീപ്പിന്റെ ഷോറൂം വരുന്നത് നമ്മുടെ മുട്ടം മെട്രോ യാർഡ് കളമശ്ശേരി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കുറച്ചുകൂടെ ഡെഫിനറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പില്ലർ നമ്പർ 165 അതാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ. അത് മാത്രമല്ല താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ലാഗടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു സിൽവർ കളർ വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഓക്കെ, ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ കറക്റ്റ് മോഡൽ എത്രയാണ്? ഇത് 2017 ആണ്. ജീപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് കസ്റ്റമേഴ്സിൽ ഉള്ള ലിസ്റ്റിലുള്ള വണ്ടി വാഹനമാണ്. സിംഗിൾ ഓൺഡ് ആണ്. സിംഗിൾ ഓണർ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ്. സർവീസ് പോയ എന്തെങ്കിലും വാഹനത്തിന് മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. പക്ക ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ? ഓക്കെ, ടയേഴ്സ് എത്ര പെർസെന്റേജ് ഉണ്ട് നിലവില്? നമുക്കൊരു 50% താഴെയാണ് ടയേഴ്സ്. ഫ്രണ്ടിൽ 50% ഉണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം, ബാക്കിൽ കുറച്ച് കുറവുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു വേരിയന്റ് ഇത്? ഇത് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വാഹനം തന്നെയാണ് അല്ലേ? ഡീസലാണ്, മാനുവൽ ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് കൊടുത്തേക്കുന്നത് 10 lakhs ആണ്. 10 ലക്ഷം രൂപ. ഓക്കെ, ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണോ? ലോൺ ഫെസിലിറ്റി നമ്മൾ തന്നെ ഇവിടുന്ന് ലോൺ ചെയ്തു. ഓക്കെ, ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 10 lakh ആണ് നമ്മുടെ പ്രൈസ് ആസ്കിന്ന്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെറിയ നെഗോസിയേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് ഒന്നുകൂടി ഭംഗിയുള്ള ഒരു റെഡ് കളർ പരിചയപ്പെട്ടാൽ നമുക്ക്. നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു കളർ, അതും ഡുവൽ ടോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത് സെയിം സ്പെക്കിലുള്ള വണ്ടിയാണ്. 2017 തന്നെ. പക്ഷെ മറ്റേതിനേക്കാളും നമ്മളൊരു 2 ലക്ഷം രൂപ അഡീഷണൽ ആണ് ഇതിന് ചോദിക്കുന്നത്. ഇത് വേരിയന്റ് കൂടി വേരിയന്റ് തോന്നുന്നു. അത് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് ആയിരുന്നു. ഇത് ലിമിറ്റഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. കിലോമീറ്ററും കുറവാണ്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ? എല്ലാ സർവീസ് ഹിസ്റ്ററി. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയർ എത്ര പെർസെന്റേജ് ഉണ്ട്? ഇതൊരു 80% ടയർ ഉണ്ട്. 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. എക്സ്റ്റീരിയറും മാറ്റങ്ങളുണ്ട്. അലോയ് വീൽസിൽ മാറ്റം വരും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട് വണ്ടി. ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വണ്ടിക്ക്? സോ ഇത് 12 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. 12 lakhs ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ നടക്കും.
പിന്നെ അത് മാത്രമല്ല ലോൺ ഫെസിലിറ്റി അവൈലബിൾ അല്ലേ വണ്ടിക്ക്? അതെ, ലോൺ ഫെസിലിറ്റി നമുക്ക് എല്ലാ കാറിനും കൊടുക്കാം. എല്ലാ കാറിനും കൊടുക്കും. നമ്മുടെ ഇൻഹൗസ് ലോൺ ഫെസിലിറ്റി തന്നെയാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. അപ്പൊ നല്ല ട്രാക്കും സിബിൽ സ്കോർ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. ഇനിയിപ്പോ ഫേസ് ലിഫ്റ്റഡ് വേരിയന്റ് ആരെങ്കിലും ചോദിക്കുന്നുണ്ട്, നമുക്ക് അത് കൊടുക്കാം. അതെ, ഒരു വെറൈറ്റി ലുക്ക് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ഇത് 2021 സ്പോർട്ട് എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. സ്പോർട്ട് എഡിഷൻ. ഓക്കെ. 21 മോഡലാണ്, കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 19,50,000 രൂപയാണ്. 19 ലക്ഷം. ഇത് ഓൺ റോഡ് അന്ന് ഇറങ്ങുമ്പോ വില ഉണ്ട്? ഇത് ഇപ്പൊ ഓൺ റോഡ് വരുമ്പോ 28 lakhs ആണ് വരുന്നത്. 28 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ അത് മാത്രല്ല, ഇത് ഓണർഷിപ്പ് അതുപോലെ തന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് നിലവിൽ പക്ക ഓക്കെ ആണോ? ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഡീസലാ പെട്രോളാ? ഡീസൽ മാനുവൽ. ഈ കസ്റ്റമർ ഈ വണ്ടി നമുക്ക് തന്നിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കിലേക്ക് പോയതാണ് അല്ലേ? ഓക്കെ. അതാണ് ഈ 2021 തന്നെ ഏറ്റവും ലോ ഇയറിൽ വന്ന് വണ്ടി മാറിയത് വണ്ടി അല്ലേ? പിന്നെ അത് മാത്രല്ല, ഡീസലിൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും ഈ വണ്ടിക്ക്? അയ്യോ, മാനുവൽ ട്രാൻസ്മിഷൻ മൈലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരു 18+ എക്സ്പെക്ട് ചെയ്യാം. 18 മുകളിൽ കിട്ടും. ഓക്കെ. കമ്പനി എത്ര പറയണേ? കമ്പനി 18 തന്നെയാണ് പറയുന്നത്. 18+ ആണ് നമുക്ക് കിട്ടുക. പ്ലസ് മൈലേജ് കിട്ടും. കൂടാതെ യാത്ര കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം കൊണ്ടും, സ്റ്റെബിലിറ്റി, സേഫ്റ്റി എല്ലാം കൊണ്ട് ഒത്തുവേണമെങ്കിൽ ഒരു വാഹനം അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പ്രൈസിൽ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം. അത് മാത്രമല്ല, ലോൺ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു എല്ലാ പേപ്പേഴ്സും റെഡി ആണെങ്കിൽ വിത്തിൻ 2 days തന്നെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. 2 days കൊണ്ട് തന്നെ. ഓക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ. നിങ്ങൾ സിബിൽ സ്കോറും ട്രാക്കിനൊന്നും ഇഷ്യൂസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം, അതും വില കുറവിൽ കൊടുക്കാം. ഡുവൽ ടോൺ വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ ആണ് കറക്റ്റ്? ഇത് ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. അത് ആ ടൈമിൽ ഇറങ്ങിയിരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇതിനകത്ത്. ഒരു ഫ്രഷ് ടയർ നമുക്ക് 4 കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ടൈപ്പ് ഓഫ് ഒരു കമ്പനിയാണ്, വെഡിസ്റ്റേ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടയർ വരുന്നത്. 4 കിഡിലെ നല്ല ഒരു വെറൈറ്റി ടൈപ്പ് അലോയ് വീൽസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡുവൽ ടോൺ ആണ് വാഹനം വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സിൽ മാറ്റം വരും. സൺറൂഫ് ഉണ്ട്. സൺറൂഫ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ. കീലെസ് എൻട്രി, അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി അല്ലേ? കറക്റ്റ് സർവീസ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1460, 14,60,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഓട്ടോമാറ്റിക് ആണ്, അതും ഫുൾ ഓപ്ഷൻ ആണ്, ആരും മറക്കണ്ട. ഇനി ആരെങ്കിലും ലോ കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ, കിലോമീറ്റർ വളരെ ചുരുക്കം ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക്, അതും ബ്ലാക്ക് കളർ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ ആണത്. ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ആണ്, വിത്ത് സൺറൂഫ് വരുന്ന വേരിയന്റ്. കറക്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. 2019 ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, സിംഗിൾ ഓണർ ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 23,000. ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ജെനുവിൻ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും വണ്ടി? ഒന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇപ്പൊ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഏകദേശം എത്ര മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി പറയുന്നത് ഒരു 15 കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് സിറ്റി ഡ്രൈവിൽ ഒരു 12 പ്രതീക്ഷിക്കാം. ഹൈവേസിൽ ഒരു 18 കിട്ടൂട്ടോ. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ലോങ് ഒക്കെ പോവാണെങ്കിൽ ഏകദേശം ഒരു 18 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. പെട്രോൾ ആകുമ്പോൾ ഒന്നുകൂടി മെയിൻ്റെനൻസ് കോസ്റ്റ് കുറയില്ലേ? ഓക്കെ. നമ്മൾ എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? ഇത് 15.50, 15,50,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ആസ്ക് ചെയ്യുന്നത് അത് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി ബ്ലാക്ക് കളർ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. ഇത് 2 ദിവസമായുള്ളൂ വന്നിട്ട്. കാരണം തീർച്ചയായിട്ടും ഒന്നാമത് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും ലോ കിലോമീറ്ററിലാണ്. സോ ഇതൊരു 2 ദിവസത്തിനുള്ളിൽ സെയിൽ ആവും ചെയ്യും. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് പ്രസൻസ് ഉള്ള ഒരു ബ്ലാക്ക് കളറും ലോ കിലോമീറ്ററും ഓട്ടോമാറ്റിക്കും എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു വാഹനം. പോയിട്ടോ നമുക്ക് അടുത്തതായിട്ട് ഇപ്പൊ ഇതിൽ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി കളർ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു കളർ കേട്ടോ. ഓക്കെ. ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് നമ്മൾ ഫേസ് ലിഫ്റ്റ് കോമ്പസ് വന്ന സമയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കളറാണ്. ഹീറോ കളർ എന്നായിരുന്നു അന്ന് അവരെ വിളിച്ചിരുന്നത്. ബട്ട് ഇതിന്റെ ശരിക്കുള്ള പേര് ടെക്നോ മെറ്റാലിക് ഗ്രീൻ എന്നാണ്. ടെക്നോ മെറ്റാലിക് ഗ്രീൻ അല്ലേ? ഓക്കെ. ഈ വണ്ടി മോഡല് ഇത് 2022 ആണ് മോഡല്. 22 മോഡല് കൂടിയ വണ്ടി. മോഡല് കൂടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ.
എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 39,000 കിലോമീറ്റർ ഓടി. 39,000 കിലോമീറ്റർ. അത് ജെനുവിൻ ഹിസ്റ്ററി ആണോ? ജെനുവിൻ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവൈലബിൾ ആണ്. 4x4 ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. 360 ഡിഗ്രി അല്ല ഡീസൽ ഓട്ടോമാറ്റിക് 4x4 360 ഡിഗ്രി ക്യാമറ, സബ് വൂഫർ, 2 സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ്, അലോയ് വീൽസ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ മോഡൽ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇറങ്ങുന്ന സമയത്ത് എത്ര ലക്ഷം വില ഉണ്ട് ഈ വണ്ടിക്ക്? 42 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഓക്കെ ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റീരിയർ, പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുൾ പ്രീമിയം ടച്ച് അല്ലേ? എല്ലാ ഭാഗത്തും നമുക്കൊരു പ്രീമിയം വെന്റിലേഷൻ ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, ഇൻഫോടൈം സിസ്റ്റം, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന. ഡ്രൈവറും കോ ഡ്രൈവറും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 2 സീറ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. ഓക്കെ, നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്ത് കുറച്ച് 32 ലാക്സിനാണ് ഇത് സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. പുതിയത് ഇറക്കുന്നതിൽ 10 ലക്ഷം രൂപ കുറച്ചിട്ട് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, അത് നല്ലൊരു ഓഫറാണ്. പുതിയ എടുക്കുന്നവർ തീർച്ചയായിട്ടും എങ്ങോട്ടും പോകണ്ട, ഇത് എടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയുടെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ലോൺ ഫെസിലിറ്റി അവൈലബിൾ അല്ലേ? ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ലോൺ നോക്കുന്നവർക്ക് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു പുതിയ മോഡൽ വണ്ടി അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ തോന്നുന്നു. കറക്റ്റ് ഡീറ്റെയിൽ എങ്ങനെയാണ് ഇതിന്റെ? ഇത് ജീപ്പ് മെറിഡിയൻ എന്ന് പറഞ്ഞ കാറാണ്. പുറത്തൊക്കെ കമാൻഡർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മെറിഡിയൻ എന്നുള്ള പേരാണ് സ്വീകരിച്ചേക്കുന്നത്. 2022 ലോഞ്ച് ചെയ്ത് ആ ടൈമിൽ എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ്. 2022 35,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഡീസലാണോ? ഡീസൽ ഓട്ടോമാറ്റിക്. സെവൻ സീറ്റർ ആണ് വാഹനം. മൈലേജ് എത്ര കിട്ടും? നമുക്ക് കോമ്പസും മെറിഡിയനും നമ്മൾ മൈലേജിൽ ഒരു 1 or 2 കിലോമീറ്ററിന്റെ വ്യത്യാസം മാറ്റം വരുന്നുള്ളൂ അല്ലേ? ഇതിനൊരു 15 കിലോമീറ്റേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മൈലേജ്. 15 കിലോമീറ്ററോളം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് മുകളിൽ കിട്ടിയവരുണ്ടോ? നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് ഒരു 20 വരെ കിട്ടുന്നവരും ഉണ്ട്. അപ്പൊ അത്രയും മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. പിന്നെ മാത്രമല്ല 7 സീറ്റർ ആണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? അത് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, അതാണ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 50+. 50% മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇന്റീരിയർ ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് കാര്യങ്ങൾ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന പാനോറമിക് സൺറൂഫ് അടക്കമുള്ള വണ്ടിയില്ലേ? ഓക്കെ, ഇത് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 48 lakhs ആണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ സെല്ലിങ്ങിന് ഇട്ടേക്കുന്നത് 32 lakhs ആണ്. ഓക്കെ, അപ്പൊ എത്ര ലക്ഷം രൂപയുടെ മാറ്റമുണ്ട് ഇപ്പോൾ പുതിയതും? 48-ൽ നിന്ന് നേരെ നമ്മൾ ഇട്ടേക്കുന്നത് 32. ഓക്കെ, ഒരു 15 ലക്ഷം രൂപയുടെ ഏകദേശം ഒരു മാറ്റം വരുന്നുണ്ടല്ലേ? ഇത് നെഗോഷ്യബിൾ ആണ്. അത് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും ചെയ്യും. അപ്പൊ ഈ ഒരു വണ്ടി ഫ്രഷ് ഇറക്കുന്ന ഒരാൾക്ക് ഡീസൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർ വാഹനം സ്വന്തമാക്കാം കേട്ടോ. എന്താ ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നത്? ഇത് നമ്മൾ എല്ലാ മാസവും 15-ാം തീയതി 1 day ബിഗ് സെയിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ തന്നെ കസ്റ്റമേഴ്സ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യാം, ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ ആയിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കും ഈ ദിവസം വരുവാണെങ്കിൽ കുറച്ചധികം സ്റ്റോക്ക് പരിചയപ്പെടാൻ പറ്റും. മേടിക്കാൻ വരുന്ന ഇപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു 10 വണ്ടിയാണ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ ഈ 15-ാം തീയതി എല്ലാ പ്രാവശ്യവും നമുക്കൊരു 25 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ടാവും. അതായത് കസ്റ്റമർ ഡയറക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നമുക്ക് തരുന്നതാണ്. സെയിൽ ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കൊടുക്കില്ല പ്രേക്ഷകർക്ക്? അതെ അതെ. 15th ഇവിടെ ശരിക്കും ഒരു 1 day ബിഗ് സെയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എല്ലാ മാസവും 15-ാം തീയതി ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ടൈമിലൊക്കെ നമുക്ക് 15 ലക്ഷം രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ വണ്ടിക്ക്. ബട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ വണ്ടികളും ഉണ്ട്. 10 ലക്ഷം രൂപ വില വരുന്ന വണ്ടികൾ വരെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ ഡേറ്റ് ആരും മറക്കണ്ട, കറക്റ്റ് ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ. ഈ ഡേറ്റിൽ എല്ലാ മാസവും ഉണ്ടാവും. എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ജീപ്പിന്റെ വാഹനങ്ങൾ ആരും നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. കാരണം ഇങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. വിശ്വസ്തയോട് കൂടെ കറക്റ്റ് ജീപ്പിന്റെ ഷോറൂമിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോ വാഹനങ്ങൾ തരുന്നത്. നമ്മൾ പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തു കൊടുക്കാം. ലോൺ ആയാലും ബാക്കി കാര്യങ്ങളായാലും ഒക്കെ. അതെല്ലാം നമ്മൾ ന്യൂ കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ പ്രിയോൺ കാഴ്സും ചെയ്യുന്നത്. ഈവൻ ഡെലിവറി പോലും നമ്മളൊരു ന്യൂ കാർ ഇറക്കുന്ന പോലെ തന്നെ അൺവീൽ ചെയ്ത് നമ്മൾ സ്റ്റാഫ് എല്ലാം പ്രസന്റ് ആയിരിക്കും. ഒരു പുതിയ കാർ ഇറക്കുന്ന സെയിം ഫീലിൽ തന്നെയാണ് പഴയ കാറും
കൊണ്ടുപോകാം. പഴയതെന്ന് പറയാനില്ല, മോഡൽ. അതെ, തീർച്ചയായും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ലാത്ത പക്ക ക്വാളിറ്റി വണ്ടിയാണ് ഇവർ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.